വൈക്കം ചെമ്പിൽ മുന്നറിയിപ്പില്ലാതെ ജങ്കാർ സർവീസ് അവസാനിപ്പിച്ചത് യാത്രക്കാരെ വല്ലാതെ ദുരിതത്തിലാക്കി. തുരുത്തമ ചെമ്പങ്ങാടി കടവിലാണ് ഈ സംഭവം. പഞ്ചായത്ത് അധികൃതർ ബദൽ സംവിധാനം ഒരുക്കിയില്ലെന്നും നാട്ടുകാർ. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. പോയതാ ഇതില്ലായിരുന്നിട്ട് വള്ളം ഇല്ലായിരുന്നിട്ട് മാർക്കറ്റിൽ പോയിരുന്നിട്ട് വീണ്ടും തിരിച്ചു വരുവാ. ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമായി കടവിലും. ഇതിക്ക് മുമ്പ് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എന്നാലും അത് കുറെ കഴിയുമ്പോഴൊക്കെ അവർ കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ ഇന്ന് അതും. ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ്. ടോബി, ഒരു അറിയിപ്പും ഇല്ലാതെയാണ് ഈ ജങ്കാർ എടുത്തുകൊണ്ട് പോയത്. പറയൂ വിവരങ്ങൾ. തീർച്ചയായിട്ടും നാട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് ഒരു അറിയിപ്പ് നൽകിയില്ല SKN. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് 5 വർഷത്തിലധികമായി, 5 വർഷമല്ല 5 പതിറ്റാണ്ടോളമായിട്ട് ഇവിടെ ഒരു പാലം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു നാട്ടുകാർ. അതുമായി ബന്ധപ്പെട്ടൊരു സമരത്തിലേക്കടക്കം നാട്ടുകാർ കടന്നിരുന്നു. ഇതിനിടയിലാണ് ഇവിടെ ഉണ്ടായിരുന്ന ജങ്കാർ സർവീസ് ഈ സമരം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ അധികൃതർ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടെ നിന്ന് കൊണ്ടുപോയത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ജങ്കാർ സർവീസിന്റെ കാലാവധി കരാർ കഴിഞ്ഞു, അതുകൊണ്ടാണ് ജങ്കാർ പോയതെന്നാണ്. പക്ഷേ അത്തരത്തിൽ ജങ്കാറിന്റെ കാലാവധി കരാറുകളൊക്കെ കഴിയുമ്പോൾ അത് മുൻകൂട്ടി ആളുകളെ അറിയിക്കുകയും പകരം സംവിധാനം ഒരുക്കുകയും വേണം. എന്നാൽ അതൊന്നും തന്നെ പഞ്ചായത്ത് ചെയ്തില്ല. ചെമ്പ് പഞ്ചായത്തിൻ്റെ 11ാം വാർഡിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഇന്ന് രാവിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനും ജോലിക്ക് പോകാനും ഒക്കെ മറ്റാളുകളും വന്ന സമയത്താണ് ജങ്കാർ അവിടെ കാണാതായത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ ചെമ്പ് പഞ്ചായത്തിൻ്റെ മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എത്രയും വേഗം ഈ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കൊണ്ടുവരണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.